കൊല്ലം ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായി വിഷ്ണുമോഹനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ RSPയിൽ പൊട്ടിത്തെറി. മണ്ഡലം സെക്രട്ടറി N. നൌഷാദ് രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, RSP വിഷ്ണുമോഹനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു. അതുതന്നെ നാടകീയമായ ചില സംഭവങ്ങൾക്ക് ശേഷമാണ്. ഷിബു ബേബി ജോൺ രാജ്യഭീഷണി മുഴക്കുന്നു. NK പ്രേമചന്ദ്രൻ യോഗത്തിൽ വികാരാധീനനാകുന്നു. ഒടുവിൽ വിഷ്ണുമോഹനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനു പിന്നാലെ RSPയുടെ ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് വിഷ്ണുമോഹനെ എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതൊരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് ആ പേര് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന പേരുകൾ അത് കാർത്തിക് പ്രേമചന്ദ്രന്റെയും അതുപോലെ തന്നെ N. നൌഷാദിന്റെയും ഒക്കെ പേരുകളായിരുന്നു. MS ഗോപകുമാറിന്റെ ഒക്കെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രേമചന്ദ്രൻ വിഭാഗം കാർത്തിക് പ്രേമചന്ദ്രനെയും അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ വിഭാഗം MS ഗോപകുമാറിനെയുമാണ് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരസ്പരം ഇവരുടെ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് സമവായ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പിന്നീട് നീണ്ടുപോയതും വിഷ്ണുവിന്റെ പേര് ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വലിയ പൊട്ടിത്തെറി RSPയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇരവിപുരം മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള N. നൌഷാദ് രാജിവെച്ചിട്ടുള്ളത്. അത് പിന്നീട് എക്സിക്യൂട്ടീവിൽ തന്റെ പേര് മണ്ഡലം കമ്മിറ്റിയിൽ തന്റെ പേര് പരിഗണിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് തന്റെ പേര് പരിഗണിക്കപ്പെട്ടില്ല എന്ന പരാതി കൂടി ഉയർത്തിക്കൊണ്ടാണ് N. നൌഷാദ് രാജിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. തന്റെ പേര് തഴയപ്പെട്ടു, തന്നെ അവിടെ അവഗണിച്ചു എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ടാണ് നൌഷാദ് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനകത്തും ഇരവിപുരം സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പുതുയുഗ യാത്ര കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. VD സതീശനും ഈ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് കൂടുതൽ നേതാക്കന്മാർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി കാരണം രാജിയിലേക്ക് പോകുമോ എന്നുള്ള ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തർക്കം RSPയിൽ ഉടലെടുത്തതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയെ ചൊല്ലി ആ തർക്കം കടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ അല്ല തെരഞ്ഞെടുത്തത് എന്നുള്ള പരാതിയാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. മണ്ഡലത്തിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിമാർ അനേകം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ പരിഗണിച്ചില്ല എന്നുള്ള പരാതിയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.